കാസർഗോഡിന്റെ സാഹസിക വിനോദസഞ്ചാര സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കുമ്പള ആരിക്കാടിയിൽ കയാക്കിംഗ് ഹബ്ബ് ഒരുങ്ങുന്നു. കണ്ടൽ വനങ്ങളും തുരുത്തുകളും നിറഞ്ഞ ആരിക്കാടി ഗ്രാമത്തെ സാഹസിക ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പരിമിതമായ സാഹസിക വിനോദസഞ്ചാര ഇടങ്ങൾ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ളത്. എന്നാൽ സാഹസിക വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന നിരവധി ഗ്രാമീണ ഇടങ്ങളാണ് ജില്ലയിൽ വ്യാപകമായുള്ളത്. ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല എന്ന നിലയിൽ കൂടി ഇതിന്റെ പ്രാധാന്യം പ്രസക്തവുമാണ്. ഈ സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് കണ്ടൽ വനങ്ങളും തുരുത്തുകളും നിറഞ്ഞ ആരിക്കാടി തീരഗ്രാമത്തെ സാഹസിക ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഒരുങ്ങിയത്. ആരിക്കാടിയിൽ വാക്വേയെ ആസ്പദമാക്കി കയാക്കിംഗ് ഹബ്ബ് ആരംഭിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നിർമ്മാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ ഉദ്ഘാടനമടക്കം നീണ്ടുപോകുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2-3 വർഷമായി ഇങ്ങനെ പണിയെടുക്കുന്നുള്ളത്. കാരണം കയാക്കിംഗ് എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ആഡ് ഇല്ല ഇതുവരെയായിട്ട്. കാരണം കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റിന് സ്കോപ്പുള്ള ഏരിയ. പക്ഷേ ഇതുവരെയായിട്ട് ഇവിടെ കയാക്കിംഗ് ഒന്നുമില്ല. ഇവർ നിർമ്മിതി ആദ്യം ഇത് പണി തുടങ്ങുന്നതിനായിട്ട് മുമ്പ് ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ റെയിൻ ഷെൽട്ടർ ഉണ്ട്, പിന്നെ കറണ്ട് കാര്യങ്ങൾ അത് ഇതൊന്നും എല്ലാം ഉണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് അതിൻ്റെ വർക്കൊന്നും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 2018 ആരിക്കാടി വാക്വേയും കിദൂർ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി സെന്ററും ഉൾപ്പെടുന്ന ടൂറിസം വികസന പദ്ധതികൾ DTPC മുന്നോട്ട് വച്ചത്. കണ്ടൽ വനങ്ങളിലൂടെ നീളുന്ന ആരിക്കാടി വാക്വേ നദീതീരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വഴിയരികിൽ കയാക്കിംഗ് വള്ളത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള ചെറിയ കടവുകളും ടൈൽ വിരിച്ച വിശ്രമ കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ആരിക്കാടി നദീതീരത്ത് 60 ലക്ഷം രൂപ ചെലവിലാണ് വാക്വേ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുള്ളത്. കൂടുതൽ ടൂറിസ്റ്റുകളെ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാസർഗോഡ് ഈ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഉദ്യമത്തോടു കൂടി സാധിക്കും എന്നുള്ളതിലാണുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള റിവർ സൈഡ് ഇതാണ് ഈ ആരിക്കാടി ഭാഗമുള്ളത്. ഷിറിയ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെയുള്ള ടൂറിസം സാധ്യതകളെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഈ തരത്തിലേക്കുള്ള ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ടെൻഡർ പ്രൊസീജിയറൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ടൂറിസ്റ്റ് സീസണിലേക്ക് അവിടെ കയാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ടൂറിസം വകുപ്പ് DTPC മുഖേന ചെയ്തു വരികയാണ്. പ്രദേശത്തെ മലബാറിലെ തന്നെ പ്രധാന കയാക്കിംഗ് കേന്ദ്രമാക്കി വികസിപ്പിക്കാൻ കഴിയുമെന്നാണ് DTPCയുടെ കണ്ടെത്തൽ. ചെറിയ കടവുകൾ വഴി കയാക്കുകൾ വെള്ളത്തിലിറക്കാനും വിശ്രമ കേന്ദ്രങ്ങൾ ഉപകരണങ്ങൾ സൂക്ഷിക്കാനുമായി ഉപയോഗിക്കുവാനുമാണ് പദ്ധതി. ഈ വർഷം ഏപ്രിലിൽ ചേർന്ന DTPC യോഗത്തിലാണ് ആരിക്കാടിയിൽ കയാക്കിംഗ് ഉൾപ്പെടെയുള്ള അഡ്വഞ്ചർ ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനമായത്. ആരിക്കാടി പുഴയിൽ വലിയ തിരമാലകളോ ശക്തമായ ഒഴുക്കോ ഇല്ലാത്തതിനാൽ കയാക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ മേഖലയാണിതെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. വാക്വേയിൽ നിന്ന് യാത്ര തുടങ്ങുന്നവർക്ക് കണ്ടൽ വനങ്ങളിലൂടെയുള്ള നദീഭാഗങ്ങളും കായൽ പ്രദേശങ്ങളും ആസ്വദിക്കാനാവും. ഇതിനിടെ കണ്ടൽ വനങ്ങൾ കാണാനും ചെറിയ ബോട്ട് യാത്രയ്ക്കുമായി നിരവധി പേർ ഇപ്പോൾ തന്നെ ആരിക്കാടിയിലെത്തുന്നുണ്ടെന്ന് നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. കുമ്പോൾ ബീച്ചിലെ വാക്വേക്ക് സമീപമുള്ള ആരിക്കാടിയിലെ ഈ കയാക്കിംഗ് ഹബ്ബ് കാസർഗോഡ് ജില്ലയിലെ സാഹസിക വിനോദസഞ്ചാര വികസനത്തിന് വലിയ സാധ്യതകളാണ് തുറന്നിടുക. ആരിക്കാടിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.